അപ്പൊ അരുൺകുമാർ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുന്നവർക്ക് ഇന്ന് കൃത്യമായിട്ട് അരുൺകുമാർ ഈ മനോരമ ന്യൂസിന്റെ ചർച്ചയിൽ പറയുന്നത് 2019 ദേവസ്വം ബോർഡിനെതിരെയുള്ള കുറ്റപത്രം ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. തുടക്കത്തിൽ 2019 ദേവസ്വം ബോർഡിന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാത്രം പ്രശ്നമായിരുന്നു. ഏതാണ്ട് അയ്യപ്പൻ ഹരിവരാസനം കഴിഞ്ഞ് യോഗദണ്ഡമൊക്കെ വെച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി കമ്പിപ്പാരയുമായി ചെന്ന് സ്വർണ്ണപ്പാളി കുത്തിയിളക്കി എന്നുള്ള മട്ടിലായിരുന്നു ഇവരുടെയൊക്കെ പ്രതികരണം. ഉളുപ്പുണ്ടോ? പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസം മാറി വരുമ്പോൾ ദേവസ്വം ബോർഡ് അന്വേഷിക്കട്ടെ. അപ്പോഴത്തേക്ക് നേരത്തെ ദിവസം 2019 അത് സംഭവിച്ചിരിക്കും, പക്ഷെ 2025 അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതൊക്കെയിലേക്ക് ഇപ്പൊ എത്തി. പക്ഷേ CPM-ന്റെ ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് കൊള്ള. ഞാൻ എപ്പോഴും ഉപമിക്കുന്നത്, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, അദ്വൈതം എന്ന സിനിമയിലെ ജയറാമിന്റെ കഥാപാത്രം മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. മോഹൻലാൽ അവതരിപ്പിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് പത്മകുമാറും അതുപോലെ തന്നെ അനന്തഗോപനും അതുപോലെ തന്നെ PS പ്രശാന്തുമാണ്. ഇവരെ എല്ലാം നിയന്ത്രിക്കുന്ന സോമൻ അവതരിപ്പിച്ച ശേഖരൻ എന്ന കഥാപാത്രമാണ് പിണറായി വിജയൻ. പിണറായി വിജയനിലേക്കാണ് എത്തുന്നത്. അതാണ് വലിയ മീനുകൾ. ഈ ഏറ്റവും വലിയ മീനുകൾ CPM-ലാണ്. കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തിലെ വിശ്വാസികൾ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഞെട്ടിപ്പിച്ച കള്ളന്മാരെ പോലും, പെരുങ്കള്ളന്മാരെ പോലും ഞെട്ടിപ്പിച്ച, ഇല്ലേ? നമ്മൾ മീശമാധവൻ കണ്ടിട്ടുണ്ടല്ലോ, ഏത് വീട്ടിലും പോയി കക്കാൻ കയറും, പക്ഷെ അയ്യപ്പന്റെ മുതൽ ഞാൻ തൊടില്ല എന്ന് പറഞ്ഞ മീശമാധവനെ കണ്ടിട്ടില്ലേ? ആ മീശമാധവനെ പോലും നാണിപ്പിക്കുന്ന പിണറായി വിജയൻ ഉള്ളിടത്ത് ജനാധിപത്യത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് നിങ്ങളെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാൻ ഞങ്ങളത് ചെയ്യും. അത് ഇനിയും ചെയ്യും. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.